ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൗറീഷ്യസിലെ ഒരു കുഞ്ഞ് ഐലൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇലോട്ട് സാൻജോ എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ഭാഗത്തുള്ളൊരു ഐലൻഡാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യം ഞാൻ ഓരോ ട്രാവൽ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്ന കട്ടർപോണിൽ നിന്ന് ഏകദേശം 40 മിനിറ്റോളം ഉണ്ട് കേട്ടോ ഈ പറയുന്ന ഇലോട്ട് സാൻജോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പോകുന്ന വഴികളൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. സ്ഥിരമായിട്ട് മൗറീഷ്യസിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ കരിമീൻ തോട്ടങ്ങൾ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീച്ച് സൈഡ്. പക്ഷേ ഇത് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മളിന്ന് കണ്ടത്. അങ്ങനെ ഇതാ ഏകദേശം 40 മിനിറ്റിലെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫുൾ ബ്ലോക്കാണ്. ബ്ലോക്കല്ല, വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഏത് വഴി കൂടെയാണ് വരിക എന്നൊന്നും അറിയില്ല. ഇവിടെയുള്ള കല്ലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടോ. നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടില്ലേ, അങ്ങനത്തെ തരത്തിലുള്ള കല്ലുകളാണ്. ഈ കല്ല് കണ്ടപ്പോൾ ഞങ്ങൾ പണ്ട് കൊത്തങ്കല്ല് കളിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ കാണാനുണ്ട്. അപ്പോൾ അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത്തവണ നല്ല വെള്ളമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ അതാണ് ആ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐലൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ വെള്ളത്തിൻ്റെ പാസേജ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് അധികം ആഴമുള്ള പോലെ ഒന്നും തോന്നില്ല, പക്ഷെ അത്യാവശ്യം ആഴമുണ്ട്. പോരാത്തതിന് ഈ റോക്സ് ഒക്കെ നല്ല സ്ലിപ്പറി ആയിട്ടാണ് ഇരിക്കുന്നത്. കല്ല് ചെറുതായിട്ട് സ്ലിപ്പറി ആകുന്നുണ്ട് ചില ഭാഗത്തുള്ള കല്ലൊക്കെ. നമ്മളിവിടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ നിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അവിടെ ഒരു കടലിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇളക്കാണ്ട പൊക്കോ അഥവാ കുത്ത് കിട്ടിയിട്ടെങ്കിൽ ഓടേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ വേണ്ട നമ്മളിതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഉള്ളിലൂടെ കുറച്ച് ചെറിയൊരു കാട് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് അധികം ദൂരമൊന്നുമില്ല, ചെറിയൊരു ഐലൻഡാണ്. മോസ്റ്റ്ലി ആളുകൾ വരുന്നത് ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഫിഷ് റോഡുമായിട്ട് അതുപോലെ ചെറിയ ചെറിയ നെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എപ്പോഴെങ്കിലും ഒരു തവണ ഫിഷിങ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഫിഷ് റോഡ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഫിഷിംഗ് റോഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഫിഷ് ചെയ്യുന്നൊരു വീഡിയോ കൂടി എടുക്കാം. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല ഷാർപ്പാണ്. നമ്മളൊന്ന് കയ്യോ കാലോ കൊണ്ടുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും, അത്രയും ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. ചെരുപ്പിടാണ്ട് ഒന്നും നടക്കാൻ വേണ്ടി പറ്റില്ല. നല്ല ചൂടുണ്ട്, പോരാത്തത് നല്ല ഷാർപ്പുമാണ്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം കേട്ടോ ഇവർക്ക് ഇതാ ഒരു മീനിനെങ്കിലും കിട്ടിയത്. നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ, പക്ഷേ ഇതിനവർ കറി വെച്ച് കഴിക്കും. അങ്ങനെ അവിടെ കുറച്ച് സമയം
സ്പെൻഡ് ചെയ്തിട്ടോ. നല്ല വെയിലായതുകൊണ്ട് കുറച്ച് സമയം മാത്രം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഇതാ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടിട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കേവ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പോരാത്തന്നെ കുറേ മീനുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കുഞ്ഞു കുഞ്ഞു കുറേ കളർ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളിതാ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാവരും അടിച്ചു പൊളിച്ചു. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കുന്ന ഞങ്ങളുടെ ആ ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി പോകുന്നതാ ഇവിടെ ഇരുന്നിട്ടാണ് ചായ അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പൂവട എന്ന് പറയും കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ട് അതിൽ തേങ്ങയും അതുപോലെ ശർക്കരയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഈ പൂവട എന്ന് പറയുന്നത്. റാൻസി കുറച്ച് ചായയും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ അവൾ കുറച്ച് കേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലമല്ല കേട്ടോ അത്. നേരത്തെ ഇവിടെ നല്ല ഒഴുക്കിന് വെള്ളം ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് നമുക്ക് നടക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു.